Hello everyone. RCC സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ആസ് യൂഷ്വൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുന്നതാണ്. ഓവർസിയർ ലെവലും A ലെവൽ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ ഓഫ് എ കാൻറ്റിലിവർ ബീം. ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എത്രയായിരിക്കണം മാക്സിമം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ബീമിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫ്ലക്ഷനാണ്. അപ്പോൾ ആ ഒരു ഡിഫ്ലക്ഷനെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ആണ് മാക്സിമം സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് എന്നൊരു റേഷ്യോ IS കോഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 രീതിയിലാണ് വരുന്നത്. കാൻറ്റിലിവർ ബീമിന്, then simply supported beam, and finally continuous beam. 3 ആയിട്ടാണ് വരുന്നത് വാല്യൂസ്. സ്പാൻ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. കാൻറ്റിലിവർ ബീമിന് അത് 7, സിംപ്ലി സപ്പോർട്ട് ബീം ആണെന്നുണ്ടെങ്കിൽ 20, കണ്ടിന്യൂസ് ബീം ആണെന്നുണ്ടെങ്കിൽ 26 വരുന്ന വാല്യൂസ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 7 ഇല്ല, 8 ആണുള്ളത്. സോ 8 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ലിമിറ്റ് state of flexure, the maximum strain in the concrete at the outermost compression fiber in bending is taken as. ബെൻഡിങ്ങിൻ്റെ സമയത്ത് ഔട്ടർ മോസ്റ്റ് ഫൈബർ, ഇതൊരു കോൺക്രീറ്റ് സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഫൈബറിൽ വരുന്ന കംപ്രഷൻ സ്ട്രെയിൻ എത്രയാണ് മാക്സിമം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് യൂഷ്വലി ടേക്കൺ ആസ് 0.0035. ഇത് ബെൻഡിങ് കംപ്രഷൻ്റെ കേസാണ്. ഡയറക്റ്റ് ആയിട്ട് കംപ്രഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ദ ആൻസർ ഇസ് 0.0002 ആണ് വരുന്നത്. ദ മാക്സിമം സ്ട്രെയിൻ ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് കംപ്രഷൻ. സോ ഇവിടുത്തെ ആൻസർ 0.0035. Next question, the maximum spacing of the shear reinforcement measured along the axis of the member shall not exceed. അപ്പോൾ IS 456 കുറേ പ്രൊവിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ IS കോഡിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ IS കോഡിലുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ IS കോഡിൽ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അത് IS കോഡിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. IS കോഡിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ്, നമുക്കൊന്ന് നോക്കാം. ദ മാക്സിമം സ്പേസിങ് ഇൻ ദ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, അതിനെ നമ്മൾ SV എന്ന് പറയുകയാണ്. V ഈസ് ദി ഷിയർ. V എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഷിയറിനെയാണ്. സോ സ്പേസിങ് ഓഫ് ദ ഷിയർ ഷാൽ നോട്ട് എക്സീഡ് 0.75 times that of the diameter of the shear reinforcement if the shear reinforcement അല്ലെങ്കിൽ stirrup എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് കണ്ടീഷൻ, it shall not exceed D if the shear reinforcement is given inclined and it not exceed 300 mm. ഈ 3 കണ്ടീഷൻസ് ആണ് മാക്സിമം സ്പേസിങ് ഓഫ് ദ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 300 mm ഓപ്ഷനിലില്ല, അതുകൊണ്ട് തന്നെ 350 mm നമുക്ക് കറക്റ്റായിട്ട് വിചാരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the strength of the compression member with helical reinforcement and the strength of the similar member with lateral ties, അത് തമ്മിലുള്ള ആ ഒരു റേഷ്യോ എത്രയാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഒരു കോളത്തിൽ സാധാരണ നമ്മൾ ലാറ്ററൽ ടൈസ് ആയിട്ട് അല്ലെങ്കിൽ സർക്കുലർ കോളം ആണെന്നുണ്ടെങ്കിൽ സർക്കുലർ റിങ്സ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എലോങ് ദ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് ലാറ്ററൽ ടൈസ് ആണ്. ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ലെങ്ത്ത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ ഇതുപോലെ ബക്കിൾ ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ലാറ്ററൽ ടൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിങ് ആയിട്ടുള്ള ലാറ്ററൽ ടൈസ് യൂസ് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹെലിക്കൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ ഹെലിക്കലായിട്ട് ലാറ്ററൽ ടൈസിനെ പ്രൊവൈഡ് ചെയ്യാം. ഇത് ലാറ്ററൽ, ദിസ് ഈസ്
കോൾഡ് ആസ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് സാധാരണ കുറച്ച് ലാർജ് ലോഡുകൾ നമുക്ക് ക്യാരി ചെയ്യണം എന്നുണ്ടെങ്കിലാണ്. അപ്പോൾ നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഈസ് മോർ. എത്ര കൂടുതലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ദ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി വിൽ ഇൻക്രീസ് 5% if we are giving helical reinforcement instead of this circular റിങ്സ്. അപ്പോൾ 5% ഇൻക്രീസ് ചെയ്യുന്നത്. 5% എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു കേസിൽ PU ആണ് ഇതിൻ്റെ. PU എന്ന് പറയാനുള്ള കാരണം അൾട്ടിമേറ്റ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി PU ആണെന്നുണ്ടെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1.05 ടൈംസ് ഓഫ് PU ആയിരിക്കും അതിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി വരുന്നത്. സോ ഇറ്റ് ഈസ് 1.05 ഈസ് ദി ആൻസർ. മിനിമം സൈസ് ഓഫ് ലോങ്ങിറ്റ്യൂഡിനൽ ബാർസ് ഇൻ കോളം. കോളത്തിൽ വരുമ്പോഴുള്ള മിനിമം സൈസ് ഓഫ് ലോങ്ങിറ്റ്യൂഡിനൽ ബാർസ് എത്രയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് 12 mm. The member subjected to torsion shall be designed for the fixture shear which is a function of actual shear and torsion. ഒരു ബീമിൽ ടോർഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി അതിനകത്ത് നോർമലി ഉണ്ടാവുന്ന ഷിയർ നമുക്കറിയാം. ദ ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡെപ്താണ്. അതാണ് അതിന് വരുന്ന നോർമൽ ഷിയർ. അത് നമ്മൾ VU എന്ന് കൺസിഡർ ചെയ്യുകയാണ്. VU എന്ന് പറയാനുള്ള കാരണം ഇറ്റ് ഈസ് അൾട്ടിമേറ്റ് ആയതുകൊണ്ട്. അതുപോലെ ടോർഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ദെയർ വിൽ ബി സം എക്സ്ട്രാ ഷിയർ ഡ്യൂ ടു ദി ടോർഷൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എഫക്റ്റ് ചേർന്നിട്ടുള്ളതായിരിക്കും അതിനകത്ത് വരുന്ന ആ ഒരു ടോട്ടൽ ഷിയർ എന്ന് പറയുന്നത്. ടോട്ടൽ ഷിയർ വിൽ ഇൻക്ലൂഡ് ബോത്ത് ആക്ച്വൽ ഷിയർ ആൻഡ് ഷിയർ സ്ട്രെസ് ഷിയർ ഡ്യൂ ടു ടോർഷൻ. അതിനെ പറയുന്ന ടേം എന്ന് പറയുന്നത് ഈക്വലൻ്റ് ഷിയർ എന്നാണ്. അപ്പോൾ ടോർഷൻ വരുന്ന കേസിൽ ദെയർ ഈസ് ഈക്വലൻ്റ് ഷിയർ എന്നൊരു കോൺസെപ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റും ടോർഷൻ കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റും കൂടി നോർമൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. അതിന് പറയുന്നത് ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻ്റ് എന്നാണ്. അപ്പോൾ ഇതിന് ഈക്വലൻ്റ് ഷിയർ ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് VUE. ഈക്വലൻ്റ് E stands for E stands for equivalent, U stands for ultimate. VUE equal to VU, that is actual shear, plus 1.6 times that of the TU, that is the ultimate torsion, divided by breadth of the beam, that is B. ഇതാണ് equivalent shear force in the equation. Next question, the value of the strength of material below which not more than 5% of the test result are expected to fall. ഇതിനെ പറയുന്നത് എന്താണ്? The value of strength of material below which not more than 5% of the test result are expected to fall. നമ്മൾ ഒരു 100 എണ്ണം ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 5 എണ്ണം മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത് വാല്യൂവിൽ താഴാൻ പാടുള്ളൂ. അങ്ങനെയുള്ള സ്ട്രെങ്ത്തിനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. ഇതും കോഡിലുള്ള ഒരു കോഡിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതും IS കോഡിലുള്ളതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടതിൽ എത്ര എണ്ണം IS കോഡിൽ നിന്ന് വന്നു എന്നുള്ളത് നോക്കുക. ഇതും IS കോഡിൽ തന്നിട്ടുള്ളതാണ്. ദി ഇക്വേഷൻ ഫോർ ദ ഈക്വലൻ്റ് ഷിയർ എന്ന് IS കോഡിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദിസ് ഈസ് ഓൾസോ എ കോഡൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എത്ര കോഡൽ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ IS കോഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ IS 456 ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റീൽ ഇൻ ദ കോളം ഷാൽ നോട്ട് ബി ലെസ് ദാൻ. തന്നിരിക്കുന്നത് കോളത്തിലെ ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ മിനിമം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 0.8% ഓഫ് ദി ഏരിയ ഓഫ് ദി കോളമാണ്. ഏരിയ മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഏരിയ ഓഫ് ദി റീഇൻഫോഴ്സ്മെൻറ്റ് ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ദി കോളം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 6% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോളത്തിലെ കുറച്ച് കാര്യങ്ങൾ, കോളത്തിന് റീഇൻഫോഴ്സ്മെൻറ്റിന് പറ്റിയിട്ടുള്ള കുറച്ച് കോഡൽ പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ദി മിനിമം നമ്പർ ഓഫ് ബാർസ്. മിനിമം നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ ബാർസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇൻ കോളം. റെക്റ്റാങ്കിൾ ആണ് നമ്മുടെ കോളം എങ്കിൽ 4 മൂലയ്ക്കും ഓരോരോ റീഇൻഫോഴ്സ്മെൻറ്റ് വേണം. സോ ഇറ്റ് ഈസ് 4 ആണ് മിനിമം നമ്പർ ഓഫ് ബാർസ് വരേണ്ടത്. സർക്കുലർ കോളം ആണെന്നുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് 6 ആണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഓർത്തിരിക്കുക ഇൻ കേസ് ഓഫ്
കോളത്തിൻ്റെ റീഎൻഫോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഡൽ പ്രൊവിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉടനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ദാറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ലോങ്ങിറ്റ്യൂഡിനൽ ബാർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 12 mm. അതായത് മിനിമം ഡയമീറ്റർ ഓഫ് ദ ലോങ്ങിറ്റ്യൂഡിനൽ ബാർ യൂസ്ഡ് ഇൻ കോളം എന്ന് പറയുന്നത് 12 mm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒരു കോഡൽ പ്രൊവിഷനാണ്, IS കോഡ് പ്രൊവിഷനാണ്. ദ റേഷ്യോ ഓഫ് ഡയമീറ്റർ ഓഫ് ദ റീഇൻഫോഴ്സിംഗ് ബാർ ആൻഡ് ദ സ്ലാബ് തിക്നെസ് ഈസ്. കോഡിൽ തന്നിരിക്കുന്ന എക്സാക്ട് വേർഡ് ഇങ്ങനെയാണ്: ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദി സ്റ്റീൽ യൂസ്ഡ് ഇൻ ദി സ്ലാബ്. മാക്സിമം ഡയ ഓഫ് സ്റ്റീൽ യൂസ്ഡ് ഇൻ സ്ലാബ് ഈക്വൽ ടു തിക്നെസ് divided by 8 ആണ്, equal to thickness divided by 8 ആണ്. So the ratio will be 1 divided by 8 ആയിരിക്കും. സ്ലാബിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയാനുള്ളത് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ യൂസ്ഡ് ഇൻ സ്ലാബ് ആണ്. മിനിമം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ്ഡ് ഇൻ സ്ലാബ്. മൈൽഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സാധാരണ ഗതിയിൽ മൈൽഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.15% ഓഫ് ദി ഏരിയ ഓഫ് ദി സ്ലാബ് ആണ്. HYSD ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയതാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 0.12% ഓഫ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഇതാണ് സ്ലാബിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തതും ഒരു IS കോഡിലുള്ള ഒരു കാര്യം തന്നെയാണ്. ആസ് പെർ IS സ്പെസിഫിക്കേഷൻ ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ക്യാൻ ബി ടേക്കൺ ആസ് EC എത്രയാണ്, അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി കോൺക്രീറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അക്കോർഡിംഗ് ടു IS 456/2000 ഇറ്റ് ഈസ് 5000 സ്ക്വയർ റൂട്ട് ഓഫ് FCK. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് കോഡ് അക്കോർഡിങ്ങിലാണ്, അതായത് IS 456/1978 ആണെന്ന് തോന്നുന്നു, ഷുവർ ഇല്ല. അപ്പോൾ അതിന് മുന്നേ ഉള്ള 2000 മുന്നേ ഉണ്ടായിരുന്ന കോഡിൽ ഇറ്റ് വാസ് 5700 സ്ക്വയർ റൂട്ട് ഓഫ് FCK ആയിരുന്നു. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹൊറിസോണ്ടൽ പാരലൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ ദ സെയിം സൈസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ. പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെൻറ്റ് തമ്മിലുള്ള സ്പേസിങ് 1 DA-ക്കാളും 1 times ദ ഡയമീറ്ററിനേക്കാളും കുറയാനായിട്ട് പാടില്ല. നെക്സ്റ്റ് വൺ അഗെയിൻ കോഡൽ പ്രൊവിഷനാണ്. IS 456/1978 മിനിമം സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ എ ഷോർട്ട് കോളം ഈസ്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം എഫക്റ്റീവ് സ്പാൻ ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. സോ അത് ഷോർട്ട് കോളം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 12. സോറി, ഇറ്റ് ഈസ് ആക്ച്വൽ ആൻസർ ഈസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 12 എന്നുള്ളതാണ് ഇൻ കേസ് ഓഫ് എ ഷോർട്ട് കോളം. Next question, in limit state design of concrete for flexure, the area of the stress block is taken as. In limit state design of concrete for flexure, the area of stress block is taken as. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റിൽ നമുക്കൊരു സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബീമിനെ കൺസിഡർ ചെയ്യാം. സോ ഇത് റെയിൻഫോഴ്സ്മെൻ്റ് ആണ്, ബീം സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ആണ്. ഇതിൻ്റെ സ്ട്രെസ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദിസ് ഈസ് ദി ന്യൂട്രൽ ആക്സിസ്, നമുക്കറിയാം ന്യൂട്രൽ ആക്സിസിന് മുകളിൽ ഇറ്റ് വിൽ ബി കംപ്രസീവ് ഫോഴ്സ് ആൻഡ് താഴെ വരുന്നത് ടെൻസൈൽ ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് മേളിൽ കംപ്രഷൻ വന്നിട്ട് ഒരു പോർഷൻ വരെ സ്ട്രെയിറ്റ് ആയിരിക്കും ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി എ പാരബോളിക്. ഇതെല്ലാം വന്നിട്ട് ഓൾറെഡി കോഡ്സിൽ ഉള്ള കാര്യങ്ങളാണ്. ഇത് ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 3/7 ഹൈറ്റ് വരെ. ഇത് ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസിനെ നമ്മൾ XU എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3/7 വരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും സ്ട്രെസ് വരുന്നത്. ദെൻ 4/7 പാർട്ട് വന്നിട്ട് ഒരു പാരബോളിക് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു അസംഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ താഴെ ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള കോൺക്രീറ്റ് ടെൻഷൻ ഒന്നും എടുക്കുന്നില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഫുൾ ടെൻഷൻ വന്നിട്ട് എടുക്കുന്നത് ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഫുൾ എടുക്കുന്നത് ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇതിനെ നമുക്ക് FY എന്ന് എടുക്കാം. ആക്ച്വലി FY അല്ല, ഇത് 0.87 FY ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട്. പിന്നെ മാക്സിമം സ്ട്രെസ് ഓൺ ദി ടോപ്പ് മോസ്റ്റ് ഫൈബർ വരുന്നത് 0.45
CK ആണ്, എല്ലാ ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സ്ട്രെസ് ബ്ലോക്കിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ സ്ട്രെസ് ബ്ലോക്കിൻ്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്കറിയാം വി വിൽ ഗെറ്റ് ദ ടോട്ടൽ കംപ്രഷൻ ഇൻ ദി ബീമാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് C is equal to 0.36 ഡിറൈവ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. 0.36 FCKB ഇൻറ്റു XU, B ഇൻറ്റു XU. ഇതാണ് ടോട്ടൽ ഏരിയ ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഓപ്ഷനിലുണ്ട് 0.36 FCK XU. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയ്സൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ് ഇസ്. കോൺക്രീറ്റിൻ്റെ പോയ്സൺസ് റേഷ്യോ സാധാരണ 0.1 തൊട്ട് 0.3 വരെയാണ്. ജനറലി നമുക്ക് തന്നിട്ടില്ല, ഡിസൈൻ പർപ്പസിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 0.2 എടുക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇതിന് കറക്റ്റ് ആവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ്. ദാറ്റ് ഈസ് 0.15 തൊട്ട് 0.25 വരെ. Next question, one-way slab are those which most of the load is carried by dash span. One-way slab എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു one-way slab ആണെന്ന് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഒരു ലെങ്ത്തിൽ ഒരു എൻഡിൽ മാത്രമായിരിക്കും ഇതുപോലെ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനാണ് നമ്മൾ one-way slab എന്ന് പറയുന്നത്. സപ്പോർട്ട്സ് കൊടുത്തിരിക്കുന്നത് അവരാണ് മൊമെൻ്റ് ക്യാരി ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് സ്പാൻ അലോങ് ആയിട്ടാണ് സപ്പോർട്ട്സ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് സ്പാൻ ഈസ് ക്യാരിയിങ് ദി ലോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് M25 കോൺക്രീറ്റ് മേ ബി ടേക്കൻ ആസ്. M25 കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ 0.7 റൂട്ട് FCK എന്നുള്ളതാണ് ദ ഇക്വേഷൻ ഫോർ മോഡുലസ് ഓഫ് റപ്ചർ. അതിനെ നമുക്ക് FCR എന്ന് പറയാം. സോ FCR is equal to 0.7 റൂട്ട് FCK. റൂട്ട് ഓഫ് F25 എന്ന് പറയുന്നത് 5 ആണ്. സോ 0.7 into 5 that is 3.5 is the answer. Next question, the slenderness ratio of a member is defined as a ratio of the effective span to dash of this section. Effective span to the least radius of gyration of the section. A dash section is one which the area of the tension steel is such that the ultimate limit state, the ultimate compression strain in concrete is reached. കോൺക്രീറ്റിൽ അൾട്ടിമേറ്റ് കംപ്രഷൻ സ്ട്രെയിൻ എത്തുകയും പക്ഷേ ടെൻഷൻ സ്റ്റീലിൽ അതിൻ്റെ മാക്സിമം ഈൽഡ് സ്ട്രെയിനിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന കണ്ടീഷനാണ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് കണ്ടീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഡിസൈൻ പ്രാക്ടീസ് ഓഫ് ദ ബീം ദ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ സാധാരണഗതിയിൽ എടുക്കുന്നത് 10 to 16 ആണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. കൗണ്ടർ ഫോർ ദ റീറ്റെയിനിങ് വാൾ ഈസ് എക്കണോമിക്കൽ ഫോർ ദ ഹൈറ്റ് എബോവ്. സാധാരണ റീറ്റെയിനിങ് വാൾ നമുക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ മണ്ണ് കൊണ്ട് ഇട്ടു അതിനെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് റീറ്റെയിനിങ് വാൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്രാവിറ്റി വാൾസ് യൂസ് ചെയ്യാം. ഗ്രാവിറ്റി വാൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ അടുക്കി അല്ലെങ്കിൽ മേഷനറി ബ്രിക്ക് മേഷനറി യൂസ് ചെയ്തിട്ടുള്ള ഗ്രാവിറ്റി വാൾസ് സാധാരണ രീതിയിലുള്ളത് യൂസ് ചെയ്യാം. അതൊരു 3 to 4 മീറ്റർ ഹൈറ്റ് ഓഫ് എർത്ത് ഫില്ലിന് വേണ്ടിയിട്ടാണ് അത് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വന്നിട്ട് ക്യാൻറ്റിലിവർ റീറ്റെയിനിങ് വാളാണ്. ക്യാൻറ്റിലിവർ റീറ്റെയിനിങ് വാൾസ് 6 തൊട്ട് 8 മീറ്റർ വരെ എർത്ത് ഫില്ല് വരുമ്പോഴാണ് ക്യാൻറ്റിലിവർ റീറ്റെയിനിങ് വാൾ വരുന്നത്. പിന്നെ അതിൽ കൂടുതലായിട്ടുള്ള ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾസ്, അല്ലെന്നുണ്ടെങ്കിൽ ബട്രസ് ടൈപ്പ് റീറ്റെയിനിങ് വാൾസ് നമുക്ക് യൂസ് ചെയ്യാം ഗ്രേറ്റർ ദാൻ 8 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഓപ്ഷനിൽ ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ 7 എന്നുള്ള ഒരു ഓപ്ഷനാണ്. കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ഈസ് എക്കണോമിക്കൽ ഫോർ ഹൈറ്റ് എബവ് 7 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an RCC T-beam slab roof with 300 mm wide beams spaced at 4 meter center to center, the effective span being 5 meter, the effective width of the flanges. Effective width of the flange-ന് ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് എ ഫ്ലാഞ്ച് ഇൻ കേസ് ഓഫ് എ ടി ബീം. അപ്പോൾ ഒരു ടി ബീം നമുക്ക് നോക്കാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ടി ബീം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു ടി ബീം ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ടി ബീം ഉണ്ട്. അതിൻ്റെ വെബ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഫ്ലാഞ്ച് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. സോ വെബിൻ്റെ വിഡ്ത്തിനെ നമുക്ക് BW എന്ന് വിളിക്കാം. ഡെപ്ത് ഓഫ്
ഓഫ് ദി ഫ്ലാഞ്ചിനെ നമുക്ക് ക്യാപിറ്റൽ DF എന്ന് വിളിക്കാം. വിഡ്ത്ത് ഓഫ് ദി ഓവറോൾ ബീം വരുന്നത് സ്മോൾ b എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുന്നത് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ആണ്. എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് ഇസ് ഈക്വൽ ടു L0 ഡിവൈഡഡ് ബൈ 6. L0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സ്പാൻ ഓഫ് ദ ബീം, ദാറ്റ് ഈസ് എ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് L0 എന്ന് പറയുന്നത്, പ്ലസ് BW പ്ലസ് 6DF ആണ്. ഓക്കെ, ഇതാണ് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ടി ബീം, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ടി ബീമിൻ്റെ കേസിൽ വരുന്ന ക്വസ്റ്റ്യന് എഫക്റ്റീവ് ഫ്ലാഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അതിനർത്ഥം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് ടി ബീംസ് ആണെന്നാണ് അതിനർത്ഥം. സോ ഒരു സ്ലാബാണ്, സ്ലാബ് വിത്ത് ബീമാണ്. അപ്പോൾ ഇതുപോലെ കുറേ ബീംസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും ഇത്രയും പോർഷൻ ഒരു ടി ബീം, ഇത്രയും പോർഷൻ അടുത്ത ടി ബീം, അങ്ങനെ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടി ബീംസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടി ബീംസ് വന്നു കഴിഞ്ഞാൽ ദ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ചിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് BF ഇസ് ഈക്വൽ ടു L0, ദാറ്റ് ഈസ് എ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ L0 ഡിവൈഡഡ് ബൈ B പ്ലസ് 4 പ്ലസ് BW. ഇങ്ങനെയാണ് വരുന്നത് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഇത് ആക്ച്വലി ഒരു ക്യാൻസൽഡ് ഇക്വേഷനാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. നമുക്കറിയാം BF ഇസ് ഈക്വൽ ടു L0 ഡിവൈഡഡ് ബൈ L0 ഡിവൈഡ് ബൈ B പ്ലസ് 4 പ്ലസ് BW എന്നുള്ള. L0 നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4 മീറ്റർ സെൻറ്റർ ടു സെൻറ്റർ തന്നിട്ടുണ്ട്. പിന്നെ സ്മോൾ b തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 300 mm വൈഡ് ബീംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ BW തന്നിട്ടില്ല, ദാറ്റ് ഈസ് എ വിഡ്ത്ത് ഓഫ് ദി വെബ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ. Next question, in a singly reinforced concrete beam, if the stress in the concrete reaches its design strength later than the stress in the steel reaches its design strength, the beam is called as. Obviously ആദ്യമേ സ്റ്റീലാണ് അതിൻ്റെ ഡിസൈൻ സ്ട്രെങ്തിൽ എത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ബീംസ് എന്ന് പറയും. Next question, the recommendation for an international code of practice for the reinforced concrete published by European Committee for Concrete in 1963 is known as, it is called as Blue Book. The minimum area of compression reinforcement in a doubly reinforced concrete beam. Doubly reinforced concrete beam ആണെന്നുണ്ടെങ്കിൽ minimum area of the compression reinforcement is 0.4% of the area of the beam ആണ്. That is B into capital D ആണ്. ഓപ്ഷനിൽ തന്നിരുന്നത് 0.04B എന്നാണ്, പക്ഷേ അതും തെറ്റാണ്. It should be 0.004 small b into capital D ആണ് വരേണ്ടത്. Next question, in a retaining wall the shear key is provided is. Shear key എന്ന് പറയുന്നത് ഇതൊരു കാൻറ്റിലിവർ റീറ്റെയിനിങ് വോൾ ആണെന്ന് വിചാരിക്കുക. കാൻറ്റിലിവർ റീറ്റെയിനിങ് വോളിൽ ഇതുപോലെ താഴെ ബോട്ടത്തിൽ സോയിലിൽ ഇതുപോലെ ഒരു കീ പോലെ പ്രൊവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ ഷിയർ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ കീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്ലൈഡിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീറ്റെയിനിങ് വോളിന് ഷിയർ കീ എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. Next question, the total compressive force at the time of failure of a concrete beam section of breadth B without considering the partial safety factor of the material is. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. We know the total compressive force at the time of failure of a concrete beam section എന്ന് പറയുന്നത് it is 0.36 FCKBXU ആണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് ദി മെറ്റീരിയൽ കൺസിഡർ ചെയ്യാതെ എത്രയായിരിക്കും ഈ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകാം. നമുക്ക് ആൻസർ നേരത്തെ അറിഞ്ഞിരിക്കുക. ഇറ്റ് 0.54 FCKBXU. നമുക്കൊരു എക്സാമിന് ഇത് കണ്ടുപിടിക്കാനായിട്ട് നിൽക്കണ്ട, കാരണം കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി നമ്മളിത് സിമിലറായിട്ട് ഒന്ന് കാണിച്ചതാണ്. ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം കൺസിഡർ ചെയ്യുന്നു. ഇതതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ആണ്. നമുക്കതിൻ്റെ സ്ട്രെസ് ഡയഗ്രം ഒന്ന് വരയ്ക്കാം. സ്ട്രെസ് ഡയഗ്രം വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ കുറച്ച് ലെങ്ത്ത് വന്നിട്ട് സ്ട്രെയിറ്റ് പോർഷൻ, ദെൻ ഒരു പാരബോളിക് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും. ഇവിടെ വന്നിട്ട് ടെൻസൈൽ ഫോഴ്സ് എടുക്കുന്നത് ഓൺലി ബൈ ദി റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതുകൊണ്ട് റീഇൻഫോഴ്സ്മെൻറ്റിന് നേർക്ക് 0.8
7FY എടുത്തു. അപ്പോൾ FCK ആണ് സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് അല്ലെങ്കിൽ FCK എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് ഒരു കോൺക്രീറ്റ് ക്യൂബ് FCK സ്ട്രെങ്ത്തിൽ മിക്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കോൺക്രീറ്റ് ക്യൂബ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു FCK വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു ക്യൂബായിട്ടല്ല നമ്മുടെ എല്ലാ കോൺക്രീറ്റ് സ്ട്രക്ചറുകളും വരുന്നത്. അതായത് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ട് ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ള അല്ലെങ്കിൽ ബ്രെഡ്ത്തും വിഡ്ത്തും ഉള്ള ഒരു ബ്രെഡ്ത്തും ഡെപ്ത്തും ഉള്ള ഒരു സ്ട്രക്ചറാണ്. പക്ഷേ RCC സ്ട്രക്ചറുകളെല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും അങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത്തോ ബ്രെഡ്ത്തോ കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു 150/150 ക്യൂബിനേക്കാളും കുറവായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 67% ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദി ക്യൂബ് ആയിട്ടാണ് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറൽ മെമ്പറിൻ്റെ സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് 0.67 FCK ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 0.67 FCK ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് ദ മെറ്റീരിയൽ ദാറ്റ് ഇസ് ലിമിറ്റ് സ്റ്റേറ്റ് വെച്ചിട്ട് 1.5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് 0.45 ഈ FCK എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയലിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം compressive stress വരുന്നത് in the concrete will be 0.67 FCK ആയിരിക്കും. 0.67 FCK ആയിരിക്കും വരുന്നത്. XU എന്ന് പറയുന്നത് the depth of the neutral axis ആണ്. ഇതിൻ്റെ 3/7 XU വരെ ഒരു പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടും 4/7 XU ഹൈറ്റിൽ ഒരു പാരബോളിക്കും ആയിട്ടാണ് വരുന്നത്. നമുക്കറിയാം ഈ സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ കംപ്രഷൻ ഇൻ ദി കോൺക്രീറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. C is equal to ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ ആണ്. ദാറ്റ് ഇസ് 3/7 XU മൾട്ടിപ്ലൈഡ് ബൈ 0.67 FCK പ്ലസ് നെക്സ്റ്റ് വരുന്നത് ഒരു പാരാബോളിക് ആയിട്ടുള്ള പോർഷനാണ്. ആ പാരാബോള ഒരു റെക്റ്റാങ്കിളിൻ്റെ 2/3 പാർട്ടാണെന്ന് നമുക്കറിയാം. 2/3 ഇൻറ്റു ഏതാണ് ആ റെക്റ്റാങ്കിൾ 4/7 XU പ്ലസ് ഇൻറ്റു 0.67 FCK. ഓക്കെ, FCK ഇൻറ്റു B ഉണ്ട്. B വിട്ടുപോയി. ദാറ്റ് ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദി ബീം. സോ നമുക്ക് കിട്ടുന്നത് 0.554 FCK BXU എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് എ ടോട്ടൽ കംപ്രഷൻ വെൻ ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഫോർ ദ മെറ്റീരിയൽ ഈസ് നോട്ട് കൺസിഡേർഡ്. എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഡിറൈവ് ചെയ്ത് കാണിച്ചത്. എക്സാമിന് ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ കംപ്രസീവ് സ്ട്രെങ്ത് ബിലോ വിച്ച് ഈസ് നോട്ട് മോർ ദാൻ 5% fall. അതായത് 5% കൂടുതൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത്തിന് താഴെ കോൺക്രീറ്റ് മെറ്റീരിയൽ വരാൻ പാടില്ല. അതിനാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോഡുലസ് ഓഫ് റപ്ചർ ഗീവ്സ്. മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് അണ്ടർ ബെൻഡിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ RCC column of 30 cm diameter is reinforced with 6 bars 12 mm 5 placed symmetrically along the circumference. If it carries a load of 40,000 kg axially, the stress is. നമുക്കറിയാം ഒരു സർക്കുലർ സ്ലാബാണ് തന്നിരിക്കുന്നത്. 6 റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 6 with 12 mm ഡയമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രെസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ദാറ്റ് ഇസ് P ഡിവൈഡഡ് ബൈ ഏരിയ. പക്ഷേ ഇവിടുത്തെ ഏരിയയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. കോൺക്രീറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് എന്തുണ്ട്, സ്റ്റീലും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട്. ഒന്നെങ്കിൽ മൊത്തം കൂടി സ്റ്റീലിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം ഏരിയയും കൂടി കോൺക്രീറ്റിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി വിൽ ഫൈൻഡ് ദ ഈക്വിവാലന്റ് area
ഓഫ് കോൺക്രീറ്റ് ആണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുപിടിക്കാറ് ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ കോൺക്രീറ്റ് പ്ലസ് മോഡുലാർ റേഷ്യോ -1 മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ഓഫ് ദി സ്റ്റീലാണ് ചെയ്യുന്നത്. സോ ഏരിയ ഓഫ് ദ കോൺക്രീറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഇസ് π/4 ഇൻറ്റു 30² ആണ് പ്ലസ് മോഡുലാർ റേഷ്യോ. മോഡുലാർ റേഷ്യോ അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ഏത് മിക്സാണ് അല്ലെങ്കിൽ FCK എത്രയാണെന്നുള്ളത് അറിയണം. പക്ഷെ അത് തന്നിട്ടില്ല. അപ്പോൾ ഒരു അസംഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ഇതൊരു കുറച്ചൊരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ M20 കോൺക്രീറ്റ് ആണ്, ദാറ്റ് ഈസ് ദ മിനിമം കോൺക്രീറ്റ് ഫോർ RCC. M20 ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ M20 ആണെന്നുള്ളത് M20യുടെ മോഡുലാർ റേഷ്യോ ഈസ് 13.33 ആണ്. അതേ -1 ഇൻറ്റു ഏരിയ ഓഫ് ദി സ്റ്റീൽ ചെയ്താൽ മതിയാവും. ഏരിയ ഓഫ് ദ സ്റ്റീൽ എന്ന് പറയുന്നത് 6 ഇൻറ്റു π/4 ഇൻറ്റു 1.2² ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വാല്യൂ ഇസ് 790 ആണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത്. സോ ലോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഇസ് 40,000 ഡിവൈഡഡ് ബൈ 790, അപ്രോക്സിമേറ്റ്ലി 50.59 ആണ് കിട്ടുന്നത്. ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരുന്നത് 49.9 kg/cm² ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, P is the pre-stress force applied to a tendon of a rectangular pre-stressed beam whose area of cross section is A and the cross sectional modulus is Z. Then the minimum stress F in the beam is subjected to a maximum bending moment M is. അപ്പോൾ നമുക്കറിയാം പ്രീ സ്ട്രെസ്ഡ് ബീമിൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത് P ആണ്. അത് സെൻറ്ററിൽ നിന്നും ഈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് പ്രീ സ്ട്രെസ്സിങ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് 2 സ്ട്രെസ്സാണ്. ഒന്നെന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ സെക്ഷൻ ദെയർ വിൽ ബി P ഡിവൈഡഡ് ബൈ ലോഡ് ബൈ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ ഒരു സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഡ്യൂ ടു ദ മൊമെൻറ്റ് ദാറ്റ് വിൽ ബി നെഗറ്റീവ് ഓൺ ദ ടോപ്പ് ആൻഡ് that will be negative on the top and positive in the bottom ആയിരിക്കും. that is M ഡിവൈഡഡ് ബൈ Z ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് മിനിമം സ്ട്രെസ് ആണ്. അപ്പോൾ ഏറ്റവും മിനിമം സ്ട്രെസ് വരുന്നത് ടോപ്പ് ഫൈബറിലായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ A മൈനസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -M ഡിവൈഡഡ് ബൈ EZ. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ C, P ഡിവൈഡ് ബൈ A -M ഡിവൈഡഡ് ബൈ EZ ആണ്. സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.